ജന്തർ മന്ദറിലെ പ്രക്ഷോഭത്തിലെ വിദ്യാർത്ഥികൾക്ക് പിന്തുണ നൽകുന്ന വേദി കൂടിയായി മാറിയിരിക്കുകയാണ് ചിന്തരുവി അനുസ്മരണം നടന്ന കോഴിക്കോട് ടൗൺ ഹാൾ. എഴുത്തുകാർ ഉൾപ്പെടെയുള്ള പ്രമുഖരാണ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചും വിദ്യാർത്ഥികളെ പിന്തുണച്ചും രംഗത്തെത്തിയത്. ഒരു പരീക്ഷ പോലും ഭംഗിയായി നടത്താൻ സർക്കാരിന് സാധിച്ചില്ല എന്നായിരുന്നു ചെറുകഥാകൃത്ത് NS മാധവന്റെ വിമർശനം. കോഴിക്കോട് ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ചിന്തരവി അനുസ്മരണത്തിൽ പങ്കെടുക്കാനെത്തിയ പ്രമുഖരാണ് വിദ്യാർത്ഥികൾക്ക് പിന്തുണ നൽകിയത്. ഭരണകൂടത്തിന്റെ ചെറിയ ഉത്തരവാദിത്തം പോലും നിറവേറ്റിയിട്ടില്ലെന്നും എതിർക്കുന്നവരെ ഇവർ രാജ്യദ്രോഹികളാക്കിയെന്നുമാണ് ചെറുകഥാകൃത്ത് NS മാധവന്റെ വിമർശനം. ഇവരെന്നും ചെയ്തിട്ടുള്ള കാര്യമാണ്. കർഷകരെ രാജ്യദ്രോഹികളായി കണ്ടു. അങ്ങനെ ഇവരെ എതിർക്കുന്ന എല്ലാവരെയും രാജ്യദ്രോഹികളായി കാണുന്ന ഒരു സ്വഭാവമാണ് ഇവർ വച്ചു പുലർത്തുന്നത്. പക്ഷെ അതിനി നടക്കാൻ പോകുന്നില്ല. വിദ്യാർത്ഥി സമരം നിരാശയിൽ നിന്ന് ഉടലെടുത്തതാണെന്നും കേന്ദ്ര സർക്കാർ നിരുത്തരവാദപരമായി പെരുമാറുന്നുവെന്നും മുതിർന്ന മാധ്യമപ്രവർത്തകൻ N റാം പ്രതികരിച്ചു. ഒരു മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുക എന്നത് ഇത്രയും വലിയ കുറ്റമാണോ എന്നതാണ് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശശികുമാറിന്റെ ചോദ്യം. ഈ വർഷത്തെ ചിന്തരവി അവാർഡ് നടി ഭാവനയ്ക്ക് വേണ്ടി സഹോദരൻ ഏറ്റുവാങ്ങി. അമൃത ന്യൂസ്, കോഴിക്കോട്.